മാഡം ഒരുപാട് നന്ദി. പക്ഷേ പറയാതെ വയ്യ. ഈ അവതരിപ്പിക്കപ്പെട്ട ബില്ല് ചില ചെറിയ കാര്യങ്ങൾ മാത്രം, എന്ന് വെച്ചാൽ ശിക്ഷാ കാലാവധി കൂട്ടുക, അന്വേഷണത്തിനൊരു പരിധി നിശ്ചയിക്കുക, പിന്നെ വളരെ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായി പറയട്ടെ, ഇപ്പോൾ നീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പരിഗണിക്കുമ്പോൾ ഇത് ഒട്ടും ഗൗരവത്തിലോ ആഴത്തിലോ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. ഞാൻ കൃത്യമായി പറയാം, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ സംഗതി എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പാഠം? ആ പാഠം എന്ന് പറയുന്നത് ഒരിക്കൽ നഷ്ടപ്പെട്ട വിശ്വാസം അത് തിരിച്ചു പിടിക്കുക സാധ്യമല്ല എന്നുള്ളതാണ്. അതിൽ നാം വളരെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നീറ്റ് എക്സാം ഇൻസിഡൻറ്റ് നോക്കൂ. ഈ നീറ്റ് എക്സാം പ്രതിസന്ധി എന്ന് പറയുന്നത് വെറും ഒരു പരീക്ഷയുടെ മാത്രം അനുബന്ധമായ കാര്യമായി കണക്കാക്കാൻ പറ്റില്ല. ഇത് ഒരു പൊതുവിശ്വാസ തകർച്ചയുടെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പുതിയ തലമുറയോടുള്ള കാര്യങ്ങളെ സമീപിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതെന്താണെന്നറിയോ? നമ്മുടെ രാജ്യത്തിന്, ഇന്ത്യക്ക് വളരെ സുരക്ഷിതവും സുതാര്യവും അക്കൗണ്ടബിലിറ്റി ഉള്ളതും അതിനേക്കാൾ ഉപരി നീതിപൂർവവുമായ ഒരു പരീക്ഷാ നടത്തിപ്പ് സമ്പ്രദായം വേണം. നിങ്ങളിപ്പോൾ കൊണ്ടുവന്ന ബില്ല് ആ ആവശ്യത്തിനും ആ സത്യത്തിനും ഏറെ അകലെ നിൽക്കുന്നതാണ്. മാഡം, ഇന്ത്യയിൽ വളരെ തിളക്കമാർന്ന ഈ വിജയം നേടിയ ഈ പുതിയ തലമുറയെ ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ജനപിന്തുണയോടുകൂടി അവർ നേടിയ പൂർണ്ണ ഹൃദയ പിന്തുണ, അതിനോട് നന്ദിയുള്ളവനുമാണ് ഞാൻ. പ്രതിപക്ഷ നേതാവ്, ഇതിനെ പിന്തുണച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ പോരാട്ടം, അതുണ്ടാക്കിയ ജനകീയ പിന്തുണ, അത് കാണാതെ പോകരുത്. വളരെ അഭിമാനപൂർവ്വം ഞാൻ പറയട്ടെ, ഈ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളുമെല്ലാം ലോക ചരിത്രത്തിലെ ചെറുപ്പക്കാരുടെ പോരാട്ടങ്ങളിൽ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു ചരിത്രരേഖയായി നിലനിൽക്കും എന്നുള്ളതാണ്. അതെൻ്റെ ഏറ്റവും മാഹാത്മ്യം നിറഞ്ഞ കാര്യമാണ്. പക്ഷേ നിങ്ങൾ ചെയ്തതോ, നിങ്ങളതിനെ വില കുറച്ച് കാട്ടി, നിങ്ങളതിനെ കളിയാക്കി, നിങ്ങൾ അവരുടെ മേൽ എല്ലാ അസത്യമായ ആക്ഷേപങ്ങളും ഉന്നയിച്ചു. പക്ഷേ അവസാനം എന്ത് സംഭവിച്ചു? ഞാനൊരു കാര്യം ഓർത്തു പോകുന്നു. ഞാൻ ഒരിക്കൽ വിദ്യാർത്ഥിയായിരുന്ന കാലം, അന്ന് ടോൾസ്റ്റോയിയുടെ ഒരു ചെറുകഥ ക്ലാസ് റൂമിൽ പഠിപ്പിച്ച കാലം. ലിറ്റിൽ ഗേൾസ് ആർ വൈസർ ദാൻ മെൻ, അതായത് കുഞ്ഞു കുട്ടികൾ ഈ മുതിർന്നവരെക്കാൾ വലിയ ബുദ്ധിയുള്ളവരാണ് എന്നതായിരുന്നു അതിൻ്റെ തലക്കെട്ട്. അത് തെളിയിക്കപ്പെട്ടു. ഇപ്പം എന്താ നടക്കുന്നത്? അവരൊരു മാതൃകയായി, അവർ ഒരു വഴികാട്ടിയായി, അവരതിനുള്ള മാർഗം കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൽ എന്താണ് സർക്കാരിൻ്റെ പങ്കെന്ന്. സർക്കാർ ഈ കുട്ടികളുടെ ആവശ്യത്തിനോടും പ്രക്ഷോഭത്തോടും തികച്ചും നെഗറ്റീവായ സമീപനമാണ് സ്വീകരിച്ചത് എന്നത് ഏറ്റവും ഖേദകരമായ കാര്യമാണ്. ഒരു കാര്യം നിങ്ങൾ സമ്മതിച്ചേ മതിയാവും. നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ടെങ്കിലും, എന്ത് സ്ഥാനമുണ്ടെങ്കിലും, എന്ത് വലിപ്പമുണ്ടെങ്കിലും, എന്തെല്ലാം ഗുണകരമായ കാര്യമുണ്ടെങ്കിലും അതിനെല്ലാം ഒരു പരിധിയുണ്ട്. നിങ്ങൾ വല്ലാണ്ട് കാരം പ്രവർത്തിക്കരുതായിരുന്നു. ഇത്രയും ക്രൂരമായ പ്രവൃത്തികൾ അവരോട് ചെയ്യരുതായിരുന്നു. എന്താ സംഭവിച്ചത്? നിങ്ങൾ തീ കൊണ്ട് കളിച്ചു, നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം കിട്ടി. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അത്രമേൽ ക്രൂരതയോടെയാണ് നിങ്ങൾ അവരോട് പെരുമാറിയത്. മലയാളത്തിൽ ഇതിനൊരു ചൊല്ലുണ്ട്, അടിതെറ്റിയാൽ ആനയും വീഴും എന്ന് വെച്ചാൽ, ഒരു ചുവട് പിഴച്ചാൽ ഇത്രയും വലിയ ആനയും വീണുപോകും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ പോരാട്ടത്തിനിടയിൽ ജീവഹാനി സംഭവിച്ചവർക്ക് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവരുടെ ദുഃഖം വ്യാഖ്യാനിക്കാൻ വാക്കുകളില്ല. അത്രമേൽ ക്രൂരവും ഭീകരവുമായിരുന്നു അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. നിങ്ങളുടെ പോലീസ് രക്തദാഹികളായാണ് പ്രവർത്തിച്ചത്. അതാണ് സംഭവിച്ചത്. ഈ രാജ്യം മുഴുവൻ അതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലമാണ്. അതിൻ്റെ ദുഃഖം ഇപ്പോഴുമുണ്ട്. അത് ചരിത്രത്തിൽ അവശേഷിക്കുക തന്നെ ചെയ്യും. ഒരുപാട് ചർച്ചകൾ അതിന്മേൽ നടന്നു. എന്നാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരാദ്യം മുതൽക്കേ അടിമുടി തെറ്റായ പാതയിലായിരുന്നു. ഈ സംവിധാനം തകരുകയാണ് സാർ. അവർക്ക് ഒറ്റ അജണ്ടയേ ഉള്ളൂ. ഈ മാർഗത്തിൽ സഞ്ചരിക്കേണ്ടതിന് പകരം അവർ പിന്തിരിപ്പൻ പ്രവർത്തനങ്ങളിലേക്കാണ് സഞ്ചരിക്കുന്നത്. അവർ വിദ്യാഭ്യാസ പ്രക്രിയയെ അവരുടെ രാഷ്ട്രീയ ചിന്താഗതിയിലേക്ക് നയിച്ചുകൊണ്ടു പോവുകയാണ്. ഇന്ത്യയെപ്പോലെ ബൗദ്ധികമായ ഒരു സമൂഹത്തിലാണ് അവർ ഇത്തരം പിന്തിരിപ്പൻ നയങ്ങൾ, നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ നയം മുഴുവൻ മലിനമായി
വിഷമയമായി. എന്താണ് അതിന് ഏറ്റവും മികച്ച ഉദാഹരണം? യു പിയിലൊരു ചരിത്രപരമായ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, മുഹമ്മദിൻ്റെ നാമത്തിൽ നാമകരണം ചെയ്യപ്പെട്ടത്. എന്താ അതിന് സംഭവിച്ചത്? അവർ നോട്ടീസ് കൊടുത്തു. 40ഓളം കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു, അത് മുഴുവൻ ഇടിച്ചു. 3 എണ്ണം മാത്രം അവശേഷിക്കുന്നു. ഇതിനിടയിൽ കോടതി ഒരു സ്റ്റേ ഓർഡർ കൊടുത്തു. അവർ ഇതുപോലെയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇന്ത്യ ഇല്ലാതാകും സാർ. രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ആ കമ്മീഷനിൽ വളരെ കൃത്യമായി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് പ്രധാനമായും ഊന്നൽ കൊടുക്കുന്നത് അതിൻ്റെ സ്ഥാപനവൽകൃതമായ കഴിവ്, മെച്ചപ്പെട്ട അധ്യാപകർ, വളരെ കൃത്യമായ ശക്തമായ ആന്തരിക പഠന പ്രക്രിയ പരിശോധനാ സംവിധാനം. അതുകൊണ്ട് തന്നെ NTA ചെയ്യേണ്ടത് പരീക്ഷകൾ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെയും കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ, ഇതിലെ വിവരങ്ങൾ, പരീക്ഷാ വിവരങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടെ ഒരു സംരക്ഷിത മേഖലയിൽ ഡിജിറ്റൽ സിസ്റ്റംസ് ആക്കി അതിന് സുരക്ഷിതമായ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കി കൃത്യമാക്കുക എന്നുള്ളതാണ്. ഈ കമ്മിറ്റി വളരെ കൃത്യമായി കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക വഴി ഇതിലുണ്ടാകുന്ന വീഴ്ചകൾ പരിഹരിച്ച് ഇതിനെ കരുത്തുറ്റതാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവസാനമായി ഞാൻ പറയട്ടെ, ഇത് മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് കൃത്യമായി ആലോചിക്കുന്നതിന് പകരം ഈ നാശോന്മുഖമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അവസാനിപ്പിക്കണം. സൃഷ്ടിപരമാക്കുക എന്നതാണ് അതിലേറ്റവും പ്രധാനം. അതൊട്ടും ഈ ബില്ലിലില്ല. വിദ്യാഭ്യാസം തെറ്റായ പാതയിലൂടെ സഞ്ചരിച്ചാൽ ഈ രാജ്യം മുഴുവൻ തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇതാണ് ET മുഹമ്മദ് ബഷീർ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ സംക്ഷിപ്തം. അദ്ദേഹം ഒരു മുൻ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഏതായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് നിങ്ങളെ കേൾപ്പിച്ചത്.